യൂട്യൂബിൻ്റെ ഒരു പുതിയ ലുക്ക് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ തുറന്ന് കാണാൻ പറ്റുന്നത് യൂട്യൂബിൻ്റെ ഒരു പഴയ ലുക്ക് തന്നെയാണ്. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് യൂട്യൂബിൻ്റെ ഒരു പുതിയ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണാം. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു യൂട്യൂബാണ് ഇവിടെ കാണുന്നത്. ഹോം ചാനൽ, അങ്ങനെ ഒരുപാട് ഐക്കൺസ് നമുക്കിവിടെ കാണാം. ഈ സെറ്റിങ്സ് നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ മുകളിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അധികം ഓപ്ഷൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ക്രിയേറ്റർ സ്റ്റുഡിയോ, പിന്നെ സെറ്റിങ്സ്, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്നാൽ ഇതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടാണ് യൂട്യൂബ് ന്യൂ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഇപ്പോൾ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്ലാഷ് ഇട്ടതിന് ശേഷം ന്യൂ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ട്രൈ ഇറ്റ് നൗ. ഓക്കെ, യൂട്യൂബിൻ്റെ ഒരു പുതിയ ലുക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നത്. ആദ്യത്തേൽ നിന്ന് കുറച്ചും കൂടെ ഭംഗിയുള്ളൊരു ലുക്കാണ് യൂട്യൂബിൻ്റെ ഈ ഒരു പുതിയ ലുക്ക് നമുക്ക് തരുന്നത്. ഇത് ഈ ഐക്കൺസ് എല്ലാം ആദ്യത്തെ പോലെ തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ പോലെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് അവിടെ വന്നിരിക്കുന്നത് കാണാം. ന്യൂ മൈ ചാനൽ, അതുപോലെ ക്രിയേറ്റ് സ്റ്റുഡിയോ, സ്വിച്ച്, അതുപോലെ തന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഡാർക്ക് തീം. ഇത് ഓഫ് എന്ന് പറഞ്ഞ മോഡിലാണ് എടുക്കുന്നുണ്ടാവുക. ഡാർക്ക് തീം നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതായത് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഡാർക്ക് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാത്രി ഉപയോഗിക്കുന്നവർക്ക് കണ്ണിനധികം സ്ട്രെയിൻ ഇല്ലാതെ ഈ ഒരു തീം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഡാർക്ക് തീം വേണമെങ്കിൽ ഓഫ് ചെയ്തും വയ്ക്കാം. ഓഫ് ചെയ്ത് വെച്ചാൽ നോർമൽ നമുക്ക് ഡേ ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു യൂട്യൂബായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ ഓൾഡ് യൂട്യൂബിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു പുതിയ യൂട്യൂബ് ഉപയോഗിച്ചോട് ഓൾഡ് യൂട്യൂബിലേക്ക് ആരും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കൂടി നമുക്ക് ഓൾഡ് യൂട്യൂബിലേക്ക്, അല്ലെങ്കിൽ ഇത് ഇഷ്ടമായില്ല, പഴയതുപോലെ തന്നെ ഉപയോഗിച്ചാൽ മതിയെങ്കിൽ നമുക്ക് റീസ്റ്റോർ ക്ലാസിക് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ടൈപ്പ് ചെയ്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ യൂട്യൂബിൽ നിന്ന് പഴയയിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് റീസൺസ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റീസൺ ഒന്നും ഇല്ലെങ്കിൽ ഐ പ്രിഫർ നോട്ട് ടു ആൻസറിന് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ യൂട്യൂബിൽ തന്നെ നമുക്ക് തുടരാനായിട്ട് നമുക്ക് പറ്റും.